ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഈ ഒരു കാഴ്ച കണ്ടപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പറയാൻ തോന്നി. ഞാനെല്ലാം പറയലുണ്ട്, പണ്ടത്തെ കാര്യമൊന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല, കഴിഞ്ഞതെല്ലാം കഴിഞ്ഞ് എന്തെന്നായിപ്പോൾ അതിനെ കൊണ്ടൊന്നും വലിയ കാര്യമില്ല. പക്ഷേ ഈ ഒരു സംഭവം കാണുമ്പോൾ നമ്മൾ അറിയാതെ പഴയ ഒരു സമയത്തേക്ക് പോവുകയാണ്. എന്ത് സുന്ദരമായ സമയങ്ങളാണ് കഴിഞ്ഞു പോയത് അല്ലേ? ആ പഴയ കാലങ്ങൾ തിരിച്ചു വരുമോ എന്ന് ചിന്തിച്ചു പോകുന്ന ഒരു വീഡിയോ ആണിത്. പണ്ടുള്ള സമയത്തെല്ലാം എന്ത് സുഖമായിരുന്നു. 4 മണി സ്കൂൾ വിട്ട് 4 മണി കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോഴത്തേക്കും അടുത്തുള്ള പറമ്പിൽ പോയിട്ടുള്ള ക്രിക്കറ്റ് കളി, തിരിച്ചൊരു മഗ്‌രിബ് അടുക്കാനായാലും വീട്ടിലേക്ക് തിരിച്ചെത്താനുള്ള ഓട്ടം. കാരണം ഉപ്പ നാട്ടിലുണ്ടെങ്കിൽ ആ അടിക്ക് പകരമുള്ള ആ നോട്ടവും ആ ഒരു ദേഷ്യവും മതി മനസ്സ് മൊത്തം കളങ്കപ്പെടാൻ. അതുകൊണ്ട് മഗ്‌രിബിന് മുമ്പേ തിരിച്ചെത്താനുള്ള ഒരു വ്യഗ്രത. എന്നാൽ ഈ പറഞ്ഞ ആ ഉപ്പ തന്നെ പാതിര 2 മണിക്ക് വേൾഡ് കപ്പിൽ ഫ്രാൻസിൻ്റെ ഇറ്റലിൻ്റെ കളി കാണാൻ വേണ്ടി കൂട്ടിക്കൊണ്ടുപോകും. അതൊരു വേറെ തന്നെ വൈബാണ്, വല്ലാത്തൊരു സുഖമാണ്. ഉമ്മ കട്ടൻ ചായ ഫ്ലാസ്കിലാക്കി കൊണ്ടുതരും, അതും കൊണ്ട് ഉപ്പയും മോനും കളി കാണാൻ പോവുക. എന്ത് സുഖമുള്ളൊരു സമയമാണ് നമ്മൾ കഴിഞ്ഞു പോയതല്ലേ. പഴയ കാലങ്ങളൊരു ഗോൾഡൻ സമയം തന്നെയാണ് കേട്ടോ. അന്ന് ഇന്നത്തെ പോലെ മെസ്സിയും റൊണാൾഡോ ഒന്നുമില്ല. അന്ന് റോബർട്ടോ ബാജിയോ, തിയറി ഹെൻറിയൊക്കെ പറന്നു നടക്കുന്ന കാലം. കാർലോസിൻ്റെ അതിമനോഹരമായ ഗോളും ഇതൊക്കെ കാണുമ്പോൾ ഉപ്പ താനെ കൈയടിക്കും, ഞാൻ അതിൻ്റെ അപ്പുറം കൈയടിക്കും. അവസാനമായി എൻ്റെ ഓർമ്മയിൽ ഞങ്ങൾ കണ്ട ഫുട്ബോള് സിനദേൻ സിദാന് തലകൊണ്ടടിച്ച് മറ്റവനെ തള്ളിയിട്ടതും അതുവഴി ഉപ്പാൻ്റെ ഇഷ്ടപ്പെട്ട ടീമായ ഫ്രാൻസ് തോറ്റതുമായ ഒരു കളിയാണെന്നാണ് എൻ്റെ ഓർമ്മ. പിന്നെ കളി കാണാൻ ഞാനും ഉപ്പയും ഒരുമിച്ച് ഉണ്ടായില്ല എന്നതും ഒരു സങ്കടകരമായ കാര്യമായി ഇന്നും ഓർക്കുന്നു. ഇത് എനിക്ക് ഓർമ്മ വന്ന കാര്യങ്ങളാണെങ്കിൽ ഇങ്ങനെയുള്ള പഴയ കാഴ്ചകൾ കാണുമ്പോൾ നിങ്ങൾക്കും എല്ലാം പലതും ഓർമ്മ വരുന്നുണ്ടാവും അല്ലേ? കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആസ്വദിക്കുക. ഈ ഒരു സമയം നമുക്ക് അനുവദിച്ച് തന്ന ദൈവത്തോട് ശുക്ർ ചെയ്യാം. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നവാസ് ഡയറി സൈനിങ് ഓഫ്. ബൈ ബൈ.